ഇന്ന് ഉച്ചക്ക് എന്തുണ്ടാക്കണം എന്നിങ്ങനെ ആലോചനയാണ് കേട്ടോ. അപ്പം ഫ്രീസറിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അത് ഞാൻ വെള്ളത്തിലേക്ക് കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് സവാള, പച്ചമുളക് അതൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ചിക്കൻ വെച്ചിട്ട് ഒരു റൈസ് ഉണ്ടാക്കാം. അപ്പം ഞാനിതാ പാനിലേക്ക് 2 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തോളി. ഇതിലേക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്ക, ബേ ലീഫ് ഇതൊക്കെ പൊട്ടിച്ചതിന് ശേഷം 2 സവാള, ഒരു 3, 4 പച്ചമുളക് അത് വന്നതിന് ശേഷം നല്ല ഫ്രഷ് കറിവേപ്പില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇനി കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതൊക്കെ ചേർത്ത് മൂപ്പിച്ചതിന് ശേഷം 2 തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ആ തക്കാളിയുടെ പച്ചമണമൊക്കെ പോയി കിട്ടണം. പിന്നെ ഇതാ 2 മാഗി ക്യൂബാണ് ഞാൻ എടുത്തത്. അതൊന്ന് കൈ കൊണ്ടൊന്ന് ഇതാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ 2 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് എടുത്തത്. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി നീര് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ചിക്കനൊക്കെ വന്നതിന് ശേഷം റൈസും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പുതിന ഉണ്ടെങ്കിൽ പുതിനയും കൂടി ചേർത്ത് കൊടുക്കാൻ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാത്രം ഇത്തിരി ചെറുതായിരുന്നു, ഇളക്കാൻ ഇത്തിരി ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തൈരിൽ ഉള്ളി ഇട്ടിട്ട് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ, ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിപൊളി മണമായിരുന്നു റൈസിന്. അപ്പോൾ ഞാൻ ഒരു ബൗൾ വിളമ്പിയിട്ട് അങ്ങനെ പ്ലേറ്റിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇച്ചാൻ കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ രണ്ടാളും കൂടി ഭക്ഷണം കഴിക്കാനിരുന്നേ. ഒരു കമൻറ്റ് കണ്ടു, വീട്ടിലെ മുറ്റത്തെ കാടൊക്കെ വെട്ടിക്കൂടെയെന്ന്. വെട്ടാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ആളെ കിട്ടണ്ടേ വെട്ടാൻ. സമയത്ത് വിളിച്ചാൽ പണിക്കാർ വരുന്നില്ലല്ലോ, അതാണ് കാരണം. പിന്നെ ഇതാ കാണാൻ ലുക്കില്ലെങ്കിലും റൈസ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, കഴിക്കാൻ അടിപൊളിയായിരുന്നു. അപ്പം നിങ്ങൾ ഒന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്ക്, അടിപൊളിയാണേ. വേറൊരു കമൻറ്റും കൂടി ഉണ്ട്, ടൊട്ടോട്ടോ പറയുന്നത് വല്ലാത്തൊരു പറച്ചിലാണെന്ന്. ഞാൻ മാറ്റാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.